സമയം തൊട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവത്തിന് മഹത്വം. ആമേൻ, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുക. കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചാട്ട്. എത്ര പേർക്ക് പറയാൻ പറ്റും, പരിശുദ്ധാത്മാവേ അങ്ങുമായിട്ടുള്ള കൂട്ടായ്മ എനിക്ക് വേണം. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ ഒന്ന് വെൽക്കം ചെയ്യാമോ? ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മാരി പോലെ, ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ, ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് നിങ്ങളോടൊപ്പം നിങ്ങളായിരിക്കുന്ന റൂമിൽ, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ചർച്ചിനകത്ത് അവൻ്റെ സാന്നിധ്യമുണ്ട്. കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ. എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നാടും എൻ കൂടെയിരിക്കും, എന്നോടുമിട്ടും എൻ കൂടെയിരിക്കും, നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവേ, കാവൽ വേണം, ആത്മാവൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ. നല്ല കർത്താവേ, ഈ പകലിലും അങ്ങയുടെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. അങ്ങയെ കൂടുതലായിട്ട് അനുഭവിപ്പാനും അങ്ങയുടെ ശബ്ദത്തിനായിട്ട് ഞങ്ങൾ അടുത്തു വരുന്നു. ഈ കൂട്ടത്തോട് അവിടുന്ന് സംസാരിക്കണം. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ആഴങ്ങളെ ഈ കൂട്ടായ്മയിലുള്ള ദൈവമക്കൾക്ക് എല്ലാവർക്കും പ്രയോജനമാകുന്ന രീതിയിൽ, കൊച്ചു കുഞ്ഞുങ്ങളെ പോലും മനസ്സിലാകുന്ന രീതിയിൽ ദൈവാത്മ വെളിപ്പെടുത്തി കൊടുത്ത ആട്ട്. മഹത്വം മുഴുവൻ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പല സന്ദർഭങ്ങളിൽ ഈ കൂട്ടായ്മയിൽ വന്ന് ശുശ്രൂഷിപ്പാനിടയായിട്ടുള്ള നന്ദിയോടെ ഓർക്കുന്നുണ്ട്. ആമേൻ. ഓരോ പ്രാവശ്യവും അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ഹല്ലേലൂയ വചനങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇന്ന് ചർച്ചിനകത്തും ഓൺലൈനായിട്ടും പെട്ടവരുണ്ടല്ലോ. എല്ലാവർക്കും കൂടെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ളൊരു ദൈവവചന ഭാഗം നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. മോർണിംഗ് മന്ന മെസ്സേജാണ് എന്നെ ഈ കൂട്ടായ്മയുമായിട്ട് കൊണ്ടുവന്നത്. മോർണിംഗ് മന്നായിലുള്ള സന്ദേശങ്ങൾ ഈ ദൈവസഭയിലെ ദൈവമക്കൾക്കൊക്കെ ഒത്തിരി അനുഗ്രഹമായി തീരുന്നത് ഓർത്ത് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്ക് ഈ വചനങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായിട്ടുണ്ട്. ഇനിയും നിങ്ങൾ മോർണിംഗ് മന്ന ഓർത്ത് പ്രാർത്ഥിക്കണം. അതേറ്റവും ബ്ലെസ്സഡ് ആയിട്ട് അനേകർക്ക് പ്രയോജനമായിട്ട് തീരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായിട്ട് യോശുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ വായിക്കാമോ? ജോഷുവ, ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 24 വേഴ്സ് 15. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ
അക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ആമേൻ. ആമേൻ. വളരെ പവർഫുൾ ആയിട്ട് ആൻറ്റി വായിച്ചത്. താങ്ക് യു. നല്ലൊരു ആമേൻ സല്യൂട്ട് കൊടുക്കുക. ഹല്ലേലൂയ. വളരെ പവർഫുൾ ആയിട്ട് ആ വാക്യത്തിൻ്റെ അതേ പവറിൽ ആൻറ്റി വായിക്കാനിടയായി തീർന്നു. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൻ്റെ ലീഡർഷിപ്പിന് നേതൃത്വം കൊടുത്ത ഒരു അഭിഷക്തൻ തൻ്റെ ജീവിത സായാഹ്നത്തിൽ പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ആമേൻ ജോഷുവ ജനറേഷനെ കുറിച്ചാണ്. ജോഷുവ ജനറേഷനെ കുറിച്ച്. ഹല്ലേലൂയ. ആമേൻ. ഒരു ജോഷുവ ജനറേഷൻ. ഇന്ന് ഒത്തിരി കുഞ്ഞുങ്ങൾ ചർച്ചിനകത്തിരിക്കുന്ന എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ. കുഞ്ഞുങ്ങൾ കൂടെ ആമേൻ വചനം ഉള്ളിൽ ഗ്രഹിക്കത്തക്ക രീതിയിലാണ് ഞാൻ ഇന്ന് ശാന്തമായിട്ട്, കാരണം അവരോടാണ് എനിക്കിന്ന് സംസാരിക്കാൻ പ്രധാനമായിട്ടുള്ളത് കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നമ്മളൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ഇവരെ കാട്ടി കുറുമ്പ് കാട്ടിയവരല്ലേ. ഞാൻ ചെയ്തിരുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. ആമേൻ. ഞങ്ങളുടെ ചർച്ചിലെ ഞാൻ രണ്ടാമത്തെയോ മൂന്നാമത്തെ റോയിലിരിക്കും. ഇന്ന് കസേരയുണ്ട് ഞങ്ങളുടെ ചർച്ചിൽ. അവിടെയൊക്കെ കസേരയിലും ആ കുഞ്ഞുങ്ങളൊക്കെ പലരും കസേര ഇരിക്കുന്ന കണ്ടേ. അന്ന് കസേരയില്ല, അന്ന് പായ ഉള്ള, ഈ പ്ലാസ്റ്റിക് പായും അല്ല, തഴപ്പായ ഉള്ളത്. തഴപ്പായുടെ ഒരു ഇഴ ഇഞ്ഞ് കീറും. ഒരു ഇഴ ഇഞ്ഞ് എന്ത് ചെയ്യും, ഊരിയെടുക്കും. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്ന അവിടെ ഉടുപ്പിൻ്റെ പുറയിൽ എന്ത് ചെയ്യും, ഇങ്ങനെ കെട്ടിയിടും. അങ്ങനെ കെട്ടിയവരൊക്കെ ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. അങ്ങനെ തഴപ്പാ കൊണ്ട് ആമേൻ ഉടുപ്പ് കെട്ടി വാല് കെട്ടി എന്നെ ഈ മൈക്കും പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിർത്തുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ ആരായി തീരുമെന്ന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആമേ. ഇന്ന് രാത്രി ജോഷുവ ജനറേഷനെ ഈ റിജോയ്സ് മിനിസ്ട്രിക്കാസും ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുക. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞു. ഒരു ജോഷുവ ജനറേഷൻ റിജോയ്സ് ചർച്ചിനകത്ത് നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ ആമേൻ. നമ്മുടെയൊക്കെ വീടുകളിൽ ഈ വാക്യം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ആമേൻ. ജോഷുവയോട് ചോദിക്കാം, ജോഷുവയെ നിനക്കെങ്ങനെ അത് പറയാൻ കഴിയുന്നേ? നിനക്കെങ്ങനാ നിന്റെ ലൈഫ് ഒന്ന് ആമേൻ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരാനായിട്ട് പറ്റും? നിന്റെ ജീവിതം എങ്ങനെയാ ആമേൻ ദൈവത്തെ മാത്രം സേവിക്കുന്ന രീതിയിലേക്കായി തീർന്നത് എന്ന് ചോദിക്കുവാണ് ജോഷുവ. ആമേൻ തൻ്റെ ലൈഫ് ആമേൻ നമുക്ക് വെളിപ്പെടുത്തി തരും. അത് തിരുവചനത്തിനകത്ത് നമ്മൾ ഉടനീളം പഠിക്കുമ്പോൾ ജോഷുവയുടെ ജീവിതം നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ആമേൻ. ജോഷുവയെ നമ്മൾ ആദ്യം കാണുന്നത് എവിടാന്നറിയാമോ? ഒരു ബാല്യക്കാരനായിട്ട്, മോശയുടെ ശുശ്രൂഷക്കാരനായിട്ട് ആമേൻ 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 വാലലി നിൽക്കുന്ന ആമേൻ ഒരു ജോഷുവയെയാണ് കാണാൻ കഴിയുന്നത്. വായിക്കാം ആൻറ്റി. ആൻറ്റി തന്നെ വായിക്കണം, എൻ്റെ ഈ മെസ്സേജ് തീരുന്നത് വരെ കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. ഉൾപ്പെടെ ഹൃദയത്തിൽ ഇത് പതിച്ചിടണം കേട്ടോ. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതെയിരുന്നു. ആമേൻ. ഇംഗ്ലീഷിൽ അവിടെ കാണുന്നു, ഡിപ്പാർട്ട് നോട്ട് ഔട്ട് ഓഫ് ദ tabernacle, did not leave the tent. ഹല്ലേലൂയ. ആമേൻ. കൂടാരത്തെ വിട്ടുപിരിയാതെ ഇരുന്നു. ഹല്ലേലൂയ. ഇവിടെ ഈ മീറ്റിങ്ങിനകത്ത് കൂടിയിരിക്കുന്ന മാതാപിതാക്കളോടും ഈ മീറ്റിങ്ങിനകത്ത് കൂടിയിരിക്കുന്ന പ്രായമുള്ളവരോടും ഒക്കെ എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ ഈ സന്ദേശത്തിൻ്റെ ജോഷുവ ജനറേഷൻ ഒന്നാമത്തെ സന്ദേശത്തിൻ്റെ ഒന്നാമത്തെ പോയിന്റ് ഇതാ. അടുത്തൊരു തലമുറയെ നിങ്ങൾ സ്വാധീനിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അടുത്തൊരു തലമുറയെ നിങ്ങളുടെ ആമേൻ സ്വാധീന വലയത്തിലാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ഡിഡ് നോട്ട് ലീവ് ദ ടെന്റ്, കൂടാരം വിട്ടുപിരിയാതെ ഇരിക്കുക. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വെളിയിൽ പോകാതെ ഇരിക്കുക. നോക്കിയേ, മോശയുടെ ശുശ്രൂഷക്കാരനായ നൂന്റെ മകനായി ജോഷുവ എന്ന ബാല്യക്കാരൻ. എത്ര വയസ്സ് പ്രായം കാണും? കൂടിപ്പോയാൽ ഒരു 18-20 വയസ്സ് പ്രായമേ ഉള്ളൂ.
മോശയ്ക്ക് ഈ സമയം 80 വയസ്സിലധികം പ്രായമുണ്ട്. മിസ്രൈമിൽ നിന്ന് അവരിറങ്ങി തിരിച്ചതാ കേട്ടോ. ആമേൻ. 80 വയസ്സ് ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? എനിക്ക് തോന്നുന്നു അങ്കിൾ ഉണ്ടായിരിക്കും, സണ്ണിയങ്കിൾ ഉണ്ടായിരിക്കും. അല്ലാതെ അങ്കിളിന് 80 വയസ്സുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടോ അങ്കിളെ? സ്തോത്രം. ഇല്ല. ഇല്ല. ഓക്കെ. 80 വയസ്സിലധികം പ്രായമുള്ള മോശ ഇടയ്ക്കിടയ്ക്ക് സമാഗമന കൂടാരത്തിനകത്തോട്ട് കയറിപ്പോകുന്നു. സമാഗമന കൂടാരത്തിനകത്തോട്ട് കയറിപ്പോകുന്നു. ഹല്ലേലൂയ. അങ്ങോട്ട് കയറിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ ഷെഖേന അവിടെ ഇറങ്ങി വരുന്നു. ദൈവത്തിൻ്റെ മേഘം അവിടെ ഇറങ്ങി വരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരുന്നു. അഭിമുഖമായിട്ട് മോശ ദൈവത്തോട് സംസാരിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ ശബ്ദം മോശ കേൾക്കുന്നു. ഹല്ലേലൂയ. ഇതിനു മുമ്പ് ആമേൻ ആ ഒരു അനുഭവത്തിലേക്ക് നടത്തുന്ന ഒരു സന്ദർഭം നമുക്കറിയാം. എപ്പോഴാ? ഹല്ലേലൂയ. ആമേൻ. ആ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ ഹല്ലേലൂയ ഒരു മുൾപ്പറപ്പ് നിന്ന് കത്തുകയും വെന്തുപോകാതിരിക്കുകയും ചെയ്യുന്ന കാഴ്ച കാണാൻ അടുത്തു ചെന്ന മോശ ആമേൻ അത് മനസ്സിലായി. ഇത് സാധാ തീ അല്ല, അനേക തീ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടുത്തെ കാട് കത്തിക്കുന്ന തീ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ തീ കത്തുന്നുണ്ട്, പക്ഷേ വെന്തു പോകുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി പ്രവചനാത്മാവിൽ വിളിച്ചു പറയാം, ദൈവത്തിൻ്റെ തീ നിന്നെ കത്തിക്കും, പക്ഷേ ആലലി നിനക്കൊന്നും സംഭവിക്കത്തില്ല. അശുദ്ധി ചാരമായിട്ട് മാറും. ആലലി വലിയ വിടുതലുകൾക്ക് ആമേൻ ലഭിക്കുവാനിടയായിത്തീരും. നോക്കിയേ, അവിടെ വെച്ച് ദൈവം ചില നിയോഗങ്ങൾ അവന് കൊടുക്കുകയാണ്. അവനോട് കൈ മാർവിടത്തിലിടാൻ പറഞ്ഞു. എടുത്തു. ഇതാ കുഷ്ഠമായി. വീണ്ടും മാർവിടത്തിൽ ആമേൻ എടുത്തു. പഴയതുപോലായി. വടി നിലത്തിട്. ആമേൻ പാമ്പായി മാറി. ഓടാൻ തുടങ്ങി. ആമേൻ ദൈവം പറയാം വാലെ കയറി പിടിക്ക്. വീണ്ടും അത് പാമ്പായി മാറി. നോക്കിയേ, ഇങ്ങനെയൊക്കെ സന്ദർഭം ഉണ്ടായിട്ടും ഈ നാക്കിന്റെ ആമേൻ വാക്കുകൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? നാക്കിൻ്റെ വാക്കുകൾക്ക് ഒരു മാറ്റം ഇല്ല. ആമേൻ. ദൈവത്തോട് മോശ പറയും, കർത്താവേ ബബ്ബ പറയുന്നത് എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. എൻ്റെ ഈ തടിച്ച നാവ് ഇതൊന്ന് മാറ്റിത്താ. കൈമാർവിടത്തിലെത്ത് കുഷ്ഠമായി വീണ്ടും ഇട്ട് കൈയായി. എനിക്കതുകൊണ്ട് ഒരു പ്രയോജനമില്ല. എൻ്റെ ഈ നാക്ക് കണ്ടോ? ആമേൻ ആമേൻ. എൻ്റെ പേര് തന്നെ മോശയെന്നൊന്ന് പറയാൻ ഞാൻ വിൽക്കുന്ന കണ്ടില്ലേ? മോശ. എത്ര സമയം എടുക്കും ദൈവമേ? അല്ലല്ലോ, ഒരു കാര്യം ചെയ്യും, ഈ തടിച്ച നാവൊന്ന് മാറ്റ്. ആമേൻ. ദൈവം മാറ്റിയോ? ഇല്ല. ദൈവം മാറ്റിയോ? ഇല്ല. ഇന്ന് ഈ സമയം നിങ്ങളുടെ അവിടുത്തെ ഉച്ച സമയമാണല്ലോ. ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, നീ എത്രയൊക്കെ തലകുത്തി നിന്ന് പ്രാർത്ഥിച്ചാലും ചില വിഷയം മാറത്തില്ല കുഞ്ഞേ. നീ എത്രയൊക്കെ തലകുത്തി നിന്ന് പ്രാർത്ഥിച്ചാലും ചില വിഷയത്തിൽ നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വിടുതൽ ഉണ്ടാകത്തില്ല. ഇതേ ഒരു ഭാഗം നമുക്ക് പുതിയ നിയമത്തിലും കാണാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ, അവൻ്റെ ഹല്ലേലൂയ ആമേൻ ഒരു ജഡത്തിലൊരു ശൂലം മാറാനായിട്ട് 3 വട്ടം പ്രാർത്ഥിക്കുക ദൈവത്തോട്. 3 വട്ടം ദൈവത്തിനെ അപേക്ഷിച്ചിട്ട് ഹല്ലേലൂയ അവിടെ പറയുന്നൊരു പദമുണ്ട്. 3-ാമത്തെ വട്ടം അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് ദൈവം അവനോട് പറയുന്നൊരു പദമുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. കണ്ടോ? പിന്നൊരിക്കലും അവൻ ശൂലം മാറാൻ പ്രാർത്ഥിച്ചില്ലെന്ന് മാത്രമല്ല, കൃപ കൂടാൻ പ്രാർത്ഥിച്ചു. അവൻ ശൂലം അവനെ ഒന്നും ചെയ്യാതെ വണ്ണം അതിൻ്റെ മുകളിൽ ദൈവകൃപ വ്യാപരിച്ചു. ഹല്ലേലൂയ. മോശയോട് ദൈവം പറയുന്നത് ഒരു ദൈവശബ്ദമാ, ഞാൻ നിന്റെ വായോട് കൂടെ ഇരിക്കാം, ഞാൻ നിന്റെ നാവിനോട് കൂടെ ഇരിക്കാം. അത് പോരായോ ദൈവമക്കളെ? അതേ കയറി അവനങ്ങ് പിടിച്ചു കേട്ടോ. ഇന്ന് ചിലരെ നോക്കി ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയാ, നിന്റെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ നീ ആഗ്രഹിക്കുന്നത് പോലെ മറുപടി കിട്ടത്തില്ല. പക്ഷെ 2 ശബ്ദം ആമേൻ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു. 1, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം. 2, എൻ്റെ കൃപ നിനക്ക് മതി. പിടിക്കാമോ ഈ ദൂതിനെ? എൻ്റെ കൃപ നിനക്ക് മതി, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം. എൻ്റെ കൃപ നിനക്ക് മതി, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം. ആത്മനിയോഗത്തോടെ ഇത് ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. അന്ന് തുടങ്ങിയതാ ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ആർക്കാ? മോശയ്ക്ക്. ഇപ്പൊ എവിടെത്തി? സമാഗമന കൂടാരത്തിനകത്ത് ഷെക്കേനയ്ക്കകത്തേക്ക്. ആമേൻ. ഈ ബാല്യക്കാരൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഈ ബാല്യക്കാരെ നോക്കുമ്പോൾ ആമേൻ ആ കൂടാരത്തിൽ നിറങ്ങി വരുന്ന ആ മോശയുടെ ചുറ്റും ഒരു തേജസ്. ആ തേജസ്സുമായിട്ട് വന്നിട്ട് മോശ എന്ത് ചെയ്യുക? ജനത്തിന്റെ മുമ്പിൽ ഒരു കസേരയിട്ടിങ്ങനെ ഇരിക്കുക. ആമേൻ. കസേരയിട്ടിങ്ങനെ ഇരിക്കും. ആമേൻ. ആൾക്കാരിങ്ങനെ ക്യൂ ആയിട്ട് വന്ന് നിൽക്കുക. ഹല്ലേലൂയ. എന്തുവാടാ നിന്റെ വിഷയം? ആമേൻ. എൻ്റെ വിഷയം ഇന്നതാ.
മോശ പറയുന്നത് കണ്ടോ? നിന്റെ വിഷയം എന്തുവാടാ? ഹല്ലേലൂയ, അതാ ഹല്ലേലൂയ. നോക്കിയേ, ആ തടിച്ച നാവിനൊരു മാറ്റവുമില്ല, ആ തടിച്ച നാവിനൊരു മാറ്റവുമില്ല. പക്ഷെ ആ വിക്ക് കേൾക്കാൻ ആയിരങ്ങൾ ക്യൂ നിന്നു. എന്തുകൊണ്ടാ? ആ വിക്കിനകത്തൂടെ ദൈവ സാന്നിധ്യം വ്യാപരിച്ചു. ഇന്ന് ചിലരെ നോക്കി ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ച് പറയുക, ചില മേഖലകളിൽ നീ ആഗ്രഹിക്കുന്ന മറുപടി അതിനകത്ത് കിട്ടത്തില്ല. പക്ഷേ ദൈവകൃപ അതിനകത്തൂടെ വ്യാപരിക്കും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ആ കൂടാരത്തിനകത്ത് അവൻ അനുഭവിച്ച ശെക്കേനയുണ്ട്. ജോഷുവയ്ക്ക് മനസ്സിലായി അടുത്തൊരു തലമുറയെ നയിക്കാൻ എൻ്റെ മേൽ ദൈവം ചില ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഇടാനായിട്ട് പോവാ. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യും, ഒരു മാനുഷികമായ ആമേൻ ഒന്നിനകത്തേക്ക് ഞാൻ പോകത്തില്ല. പിന്നെ ഞാൻ എന്തോ ചെയ്യും? ഞാൻ ഈ കൂടാരത്തെ വിട്ടുപിരിയത്തില്ല. മോശ ഇറങ്ങിപ്പോയി കൂടാരത്തിൽ നിന്ന്, ദൈവം മേളിലോട്ട് കയറിപ്പോയി. ആമേൻ, ഒന്നും അവിടെ ഇല്ല. പക്ഷേ അതിനകത്ത് അല്പസാന്നിധ്യമുണ്ട് കേട്ടോ. അവൻ അല്പസാന്നിധ്യമുണ്ട്. യോശുവ പറയും, എനിക്കത് മതി. ആ കനാന്യ സ്ത്രീ പറഞ്ഞതിൻ്റെ കൂട്ട് എനിക്ക് അപ്പക്കഷ്ണമൊന്നും വേണ്ട, ആ നുറുക്ക് മതി. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ, ഒത്തിരി പ്രസംഗങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ചുറ്റുപാടുകൾ കേൾക്കുന്നുണ്ട്. ഒത്തിരി മെസ്സേജുകൾ, പോയിന്റുകളൊക്കെ കുറിച്ച് എടുക്കുന്ന നല്ലതാ, അത് വേണ്ടാന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ദൈവ സാന്നിധ്യമുള്ള മെസ്സേജുകൾ വളരെ കുറവാ കേട്ടോ. ദൈവ സാന്നിധ്യമുള്ള മെസ്സേജുകൾ കുറവാ. അതിന് ദൈവ സന്നിധിയിൽ ഇരിക്കണം. ആമേൻ. അടുത്തൊരു തലമുറയെ സ്വാധീനിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഡിഡ് നോട്ട് ലീവ് ദ ടെന്റ്. ഹല്ലേലൂയ. കൂടാരത്തെ വിട്ടുപിരിയാതെ ഇരിക്കുക. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മൾ ഹല്ലേലൂയ ആമേൻ യോശുവയെ കാണുന്നത് എവിടാന്നറിയാമോ? പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചേ. പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രയേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. മതി. അവിടെ പറഞ്ഞൊരു പ്രത്യേക പാദം കേട്ടോ. 9-ാമത്തെ വാക്യത്തിന് നമുക്കത് പ്രധാനമായിട്ട് കാണാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. മോശ ആമേൻ യോശുവയോട് പറയുക, നീ ആളുകളെ തെരഞ്ഞെടുത്ത്, നമ്മുടെ സ്ക്രീനിൽ നല്ലവണ്ണം അത് കാണിക്കുന്നുണ്ട്, നീ ആളുകളെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിന്റെ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. അടുത്ത പദമാ ഞാൻ നിങ്ങളോട് പറയാൻ വന്നത്. ആമേൻ, മോശ തന്നോട് പറഞ്ഞതുപോലെ ജോഷുവ ചെയ്തു. കണ്ടോ? ഹല്ലേലൂയ. അക്കോർഡിംഗ് ടു ദ സ്പിരിച്വൽ ലീഡർഷിപ്പ്. മനസ്സിലായോ? ദൈവമാക്കി വെച്ചിരിക്കുന്ന ഹല്ലേലൂയ അധികാര വ്യവസ്ഥയ്ക്ക് കീഴടങ്ങിയിരിക്കുക. മനസ്സിലായോ? ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും എനിക്കുമൊക്കെ ദൈവം ഒത്തിരി കഴിവുകൾ തന്നേക്കാം. നമ്മുടെ ശുശ്രൂഷകരെക്കാട്ടി, നമ്മളെ നയിക്കുന്നവരെക്കാട്ടിലൊക്കെ ഒത്തിരി സാമർഥ്യവും ഒത്തിരി എബിലിറ്റിയൊക്കെ ദൈവം തന്നിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്നു, ഒബേ സ്പിരിച്വൽ ലീഡേഴ്സ്. ഹല്ലേലൂയ. കണ്ടോ? ദൈവം ആക്കി വെച്ചിരിക്കുന്ന അധികാരത്തിന് കീഴടങ്ങി അനുസരിക്കുക. നിങ്ങൾ ജോഷുവ ജനറേഷൻ ആകാൻ ആഗ്രഹിക്കുന്നോ? ദൈവം നിങ്ങളുടെ മുകളിൽ ആക്കി വെച്ചിരിക്കുന്ന ആത്മീക നേതൃവൃന്ദത്തെ അനുസരിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. യോശുവയ്ക്ക് വേണേൽ പറഞ്ഞൂടെ, എന്തോ യജമാനനെ അങ്ങ് പറയുന്നേ? മോശ, അങ്ങ് എന്തോ ഈ പറയുന്നത്? ആമേ, താഴെ യുദ്ധം ചെയ്യാൻ ഞാൻ പോകാനോ? അതെങ്ങനെ സാധിക്കും? എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അങ്ങ് താഴെ പോയി യുദ്ധം ചെയ്യ്, ഞാൻ വേണേ കുന്നിന്റെ മുകളിൽ കയറി നിന്ന് പ്രാർത്ഥിക്കാം. നോ, ജോഷുവ പറഞ്ഞില്ല. ആമേൻ. യോശുവ പറഞ്ഞില്ല. യോശുവ പിന്നെന്തോ പറഞ്ഞു? ഞാൻ പോകാം, ഞാൻ അനുസരിക്കാം. പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ പാസ്റ്ററുകൾ, നിങ്ങളെ നോക്കി ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുമായിരിക്കാം. നിങ്ങളുടെ സ്പിരിച്വൽ ഹല്ലേലൂയ മെന്റേഴ്സ് നിങ്ങളോട് പറയും, ചോദ്യം ചെയ്യാതെ നിങ്ങളത് അനുസരിക്കണം. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ സഭാ ഇടയൻ നിങ്ങളെ നോക്കി ചിലത് ചെയ്യാനായിട്ട് പറയുമായിരിക്കും. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല നിങ്ങളുടെ ചർച്ചിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന്. ഞാൻ ചിലത് ഞങ്ങളുടെ സഹോദരങ്ങളെ ഒരു നിയോഗത്തോടെ പറയാറുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ
ഒത്തിരി വിങ്ങുകളുണ്ട്. ആമേൻ. വേർഷിപ്പിൻ്റെ ഒരു മേഖലയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പ്രയറിൻ്റെ ഒരു വിങ്ങുണ്ട്. ഹല്ലേലൂയ. ആമേൻ. മീഡിയ വിങ്ങുണ്ട്. ഹല്ലേലൂയ. ചാരിറ്റി വിങ്ങുണ്ട്. ആമേൻ. കൂടാതെ ഒത്തിരി ഒത്തിരി മേഖലകളുണ്ട്. ആമേൻ. അതെല്ലാം ആമേൻ നിയോഗത്തോടെ ആരെയൊക്കെ ഏൽപ്പിക്കുമോ ഹല്ലേലൂയ, അവരൊക്കെ അത് അനുസരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളുടെ ഈ 21 തുടങ്ങിയപ്പോൾ ഒരു ഡോക്ടർ ഒരു മോനുണ്ട്. അവനോട് ഞാൻ പറഞ്ഞു മക്കളെ, ഈ ചർച്ചിലെ കസേര ആമേൻ നീ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ആമേൻ എല്ലാ ദിവസവും നീ അത് ഓർഡറായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ പറഞ്ഞ അടുത്ത ദിവസം തൊട്ട് ഉപവാസം തീരുന്നന്ന് വരെ ആമേൻ 2 സെഷനിലും രാവിലെ വൈകിട്ടും എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആമേൻ. നമ്മളിങ്ങനെ പറയത്തില്ല, അടുക്കും ചിട്ടയോടെ എന്ന് പറയത്തില്ല, അതുപോലെ ഹല്ലേലൂയ ആമേൻ ആ മകൻ ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ ഓരോ പ്രിയപ്പെട്ടവരും, ഞാൻ പറഞ്ഞതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു തലമുറയെ നിങ്ങൾ സ്വാധീനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിഷക്തൻ നിങ്ങളെ നോക്കി പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. കാരണം അദ്ദേഹം ദൈവത്തിൻ്റെ അധികാരത്തിനകത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത്. അതനുസരിച്ചാൽ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു അനുഗ്രഹം നിങ്ങളെ തേടി വരാനിടയായി തീരും. ആമേ. ഒബേ സ്പിരിച്വൽ ലീഡേഴ്സ്. ഹല്ലേലൂയ. യോശുവ അനുസരിച്ചു. അതുകൊണ്ട് ദൈവം എന്താക്കി മാറ്റി? അവനെ അടുത്ത തലമുറയെ നയിക്കുന്ന നേതാവാക്കി ദൈവം മാറ്റി. അഹരോന് ഹൂരും കൈ താങ്ങി. അഹരോന് ദൈവം എന്താക്കി മാറ്റി? ജനത്തിൻ്റെ നടുവിൽ ജനത്തിന് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥ അണയ്ക്കുന്നവനാക്കി മാറ്റി. ഹൂര് ഈ കൈ താങ്ങിയപ്പോൾ അവൻ്റെ കൊച്ചുമകനെ ആലയത്തിനകത്ത് വിചിത്രമായിട്ടുള്ള കരകൗശല വസ്തുക്കളെല്ലാം പണിതെടുക്കാനായിട്ട് ബെസലേലിനെ ദിവ്യജ്ഞാനത്താലും ദിവ്യ ആത്മാവിനാലും നിറയ്ക്കുവാനിടയായി തീർന്നു. ഒബേ സ്പിരിച്വൽ ലീഡേഴ്സ്. വളർന്നു വരുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ ദൈവദാസൻ, നിങ്ങളുടെ ആത്മീക ഹല്ലേലൂയ നേതൃത്വം നിങ്ങളെ നോക്കി പറയുന്ന നിങ്ങൾ അനുസരിച്ചാൽ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ദൈവ അനുഗ്രഹമുണ്ട്. അത് നിങ്ങളുടെ ശിരസിലേക്ക് വന്ന് വീഴുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് വായിക്കാം നമ്പേഴ്സ്. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം ആമേൻ 14-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ചൊറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. മതി. അതിന്റെ ആമേൻ 13-ാമത്തെ 31-ാമത്തെ വാക്യം കൂടെ പറഞ്ഞേ. എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. മതി. മോശ 12 പേരെ കനാൻ നാട് ഒറ്റുനോക്കുവാനായിട്ട് അയക്കുകയാണ്. നമുക്ക് ഈ ഭാഗം നല്ലവണ്ണം അറിയാം. 12 പേര് ഒറ്റുനോക്കിയിട്ട് വന്നിട്ട് അവർ പറയുന്ന അഭിപ്രായമാണ് നമ്മൾ വായിച്ചത്. രണ്ടാമത് വായിച്ചത് ആമേൻ 10 പേരുടെ അഭിപ്രായമാണ്. 10 പേരുടെ അഭിപ്രായം. 10 പേരെന്തോ പറയുന്നേ? ആമേ, നമ്മൾ പോയി കണ്ട ദേശമൊക്കെ ഭയങ്കര ദേശമാ. ഹല്ലേലൂയ. പക്ഷേ അവിടെയുള്ള ആളുകളുണ്ടല്ലോ, നമ്മളെ കാട്ടി ബലവാന്മാരായതുകൊണ്ട് നമുക്കത് കിട്ടത്തില്ല. രണ്ടാമത്, ആദ്യം നമ്മൾ വായിച്ച വചനം യോശുവ പറഞ്ഞ വാക്യമാണ്. എന്താണ് അവിടെ വായിച്ചത്? നമ്മള് യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ നമുക്കത് കിട്ടും. ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ള ഒരു ജോഷുവ ജനറേഷനെ ആമേൻ ഹല്ലേലൂയ, നിങ്ങൾ വാർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഡോണ്ട് സ്പീക്ക് നെഗറ്റീവ് വേർഡ്സ്. ഹല്ലേലൂയ. നെഗറ്റീവ് വാക്കുകൾ സംസാരിക്കാതിരിക്കുക. ഈ ചർച്ച നിങ്ങൾ കണ്ടോ? ഈ ചർച്ച പണിതത് വിശ്വാസത്താല. ഈ ചർച്ച ഏറ്റവും ബ്ലസ്സഡ്, ട്രിവാൻഡ്രത്തേക്ക് ഏറ്റവും ബ്ലസ്സഡ് ആയിട്ടുള്ള ചർച്ചയിൽ നിന്നോടെ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവ ശബ്ദം കേട്ട് വിശ്വാസത്താൽ എടുത്തു ചാടി പണിത ആമേൻ ചർച്ചില ആമേൻ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഹല്ലേലൂയ.
ഓരോ ഘട്ടത്തിലും ഞങ്ങളുടെ പണിയെ തടസ്സപ്പെടുത്തുക മാനുഷിക ശക്തികൾ, പ്രതികൂലങ്ങൾ, സാമ്പത്തിക തടസ്സങ്ങൾ, ഹല്ലേലൂയ, മറ്റ് പല രീതിയിലുള്ളതെല്ലാം കടന്നു വന്നപ്പോഴും ഞാൻ ജനത്തോട് പറയുന്ന പദം ഇങ്ങനെ: നമുക്കത് കഴിയും, നമുക്കത് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. നോക്കിയേ, 10 പേരുടെ വാക്കുകൾ എന്ത് ചെയ്തു? ജനം കേട്ടു, വിശ്വസിച്ചു. ആമേൻ. കേട്ടോ, പക്ഷെ വിശ്വസിക്കരുതെല്ലാം. ഫാക്റ്റ് ഉണ്ട്, ട്രൂത്ത് ഉണ്ട്. ആമേൻ. ജൈറോസിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് പറയുകയാണ്, കൊച്ചു മരിച്ചുപോയി, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട. കൊച്ചു മരിച്ചുപോയി, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട. ഹല്ലേലൂയ. അടുത്ത വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാ. യേശു ആ വാക്ക് കാര്യമാക്കാതെ ജൈറോസിനോട് പറയുക, വിശ്വസിച്ചാൽ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് രാത്രി ഈ സമയം ആമേൻ, ഈ ഗ്രൂപ്പിലുള്ളവരോട്, ചർച്ചിലുള്ളവരോട് പരിശുദ്ധാത്മ പറയുന്നു, ആ രോഗാവസ്ഥയോർത്ത് ആ ഡോക്ടർ പറഞ്ഞ വാക്ക് അത് ഫാക്റ്റാ, അത് വസ്തുതയാ. പക്ഷെ ട്രൂത്ത് എന്തുവാണെന്നറിയാമോ? ട്രൂത്ത് നിന്റെ ശരീരം ആരോഗ്യമുള്ളതാണെന്നുള്ളതാ ട്രൂത്ത്. ആമേൻ. നിന്റെ ശരീരത്തിന്റെ മേൽ കത്തി വക്കത്തില്ലെന്നുള്ളതാ ട്രൂത്ത്. ആമേൻ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ. നോക്കി, യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. ചിലരെ നോക്കി ഞാൻ പറയുന്നു, ചില വാക്കുകൾ നീ കാര്യമാക്കരുത്, വിട്ടുകളാ. അർഹിക്കുന്ന അവഗണനയോടുകൂടെ അത് വിട്ടുകളാ. ഓ നോക്കിയേ, ആമേൻ ആമേൻ ആമേൻ. 10 പേര് പറയുക, അവർ നമ്മിലും ബലവാന്മാരാണ്, നമുക്കവിടെ നേരെ ചെല്ലാൻ കഴിയത്തില്ല, നമുക്കവരെ നേരെ നിൽക്കാൻ പറ്റത്തില്ല. എന്ത് സംഭവിച്ചു? ഇത് പറഞ്ഞവരും ഇത് കേട്ടവരും വിശ്വസിച്ചവരും, കണ്ടോ, മനസ്സിലായോ? കേട്ടിട്ട് ഇത് വിശ്വസിച്ചവർ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ആമേൻ. കനാൻ നാട്ടിലെത്താൻ പറ്റില്ല. പക്ഷേ ജോഷുവയും കാലേബും, നിങ്ങൾ ശ്രദ്ധിച്ച്, ജോഷുവയും കാലേബും പറയുന്നൊരു പദമുണ്ട്. ഹല്ലേലൂയ. ഇവർ പറഞ്ഞതെല്ലാം ശരിയാ, വെട്ടുക്കിളികളാ നമ്മള്, അവർ മല്ലന്മാരാ, എല്ലാം ശരിയാ. പക്ഷേ അതിൽ കടന്ന് ഞങ്ങൾക്കൊന്നുകൂടെ പറയാൻ പറ്റൂ, നമ്മുടെ ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നുണ്ടെങ്കിൽ. ഓ റീകമാനാമ ശാന്തര ജഗലഘടക. നമ്മുടെ ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ, അവരെ പരാജയപ്പെടുത്താൻ കഴിയും. എന്താ ജോഷുവയെ നിനക്കങ്ങനെ പറയാൻ കഴിയുന്നേ? ജോഷുവ പറയും, ഞാൻ എൻ്റെ പ്രശ്നത്തെ അല്ല വലുതായിട്ട് കാണുന്നത്, ഞാൻ എൻ്റെ ദൈവത്തെയാ വലുതായിട്ട് കാണുന്നത്. ഞാൻ എൻ്റെ പ്രശ്നത്തെ അല്ല വലുതായിട്ട് കാണുന്നത്, ഞാൻ എൻ്റെ ദൈവത്തെയാ വലുതായിട്ട് കാണുന്നത്. ഇന്ന് ഈ സമയം പരിശുദ്ധാത്മ നിയോഗത്തോട് പറയുക, ആമേൻ, നിങ്ങളുടെ പ്രശ്നത്തെ നീ വലുതായിട്ട് കണ്ടാൽ നീ ഡൗൺ ആയി പോകും. നിന്റെ അതരത്ത് നെഗറ്റീവുകൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നിന്റെ പ്രശ്നത്തെ ചെറുതായിട്ട് കണ്ട് നിന്റെ ദൈവത്തെ നീ വലുതായിട്ട് കണ്ടാൽ നീ പറയും, എൻ്റെ ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് എനിക്കതിനെ ജയിക്കാൻ കഴിയും. ഓ പറഞ്ഞ നിന്നാ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. മോശാലമന, എനിക്ക് മതിൽ ചാടാൻ പറ്റത്തില്ല, എനിക്ക് മതിൽ പോയിട്ടൊരു വരമ്പ് പോലും ചാടിക്കടക്കാൻ പറ്റത്തില്ല. എന്നാൽ എൻ്റെ കാലുകളെ പേടമാൻ കാൽ പോലെ ആക്കുന്ന ഒരു ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ആ മതില് എനിക്ക് ചാടി കടക്കാൻ കഴിയും. ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കൂട്ടായ്മയ്ക്കകത്തുള്ള ചിലർക്ക് വേണ്ടി ചില എക്സാമുകൾ എന്ന മതിലുകളെ ചാടിക്കടക്കാൻ കരുത്ത് ദൈവം തരാൻ പോകുന്നു. ചില ജോലി മേഖല ഇന്റർവ്യൂസ് എന്ന മതിലുകളെ ചാടിക്കടക്കാൻ ദൈവം കരുത്ത് തരാൻ പോകുന്നു. അടകമന രഗതകലടക നാളുകളായിട്ടൊരു വലിയ വിഷയം പോലെ, എവറസ്റ്റ് പോലെ നിന്റെ നേരെ പൊങ്ങി നിൽക്കുന്ന ചില വിഷയത്തിനകത്ത് ഇന്ന് ഇപ്പോൾ ഈ ദൂത് കേട്ടോണ്ടിരിക്കും. ഓ റീഖമാന ഷെതേനിയ ലുബ്രഖാനി മിസാതോനിയ ലെബെഷെതേനെ. ആത്മാവിലൊന്ന് സുതിച്ചോ. ഈ മീറ്റിംഗിന്റെ അന്തരീക്ഷം മാറുന്ന എനിക്ക് നല്ലവണ്ണം അറിയാം. ഈ മീറ്റിംഗിന്റെ അന്തരീക്ഷം ചേഞ്ച് ആകുന്ന എനിക്ക് നല്ലവണ്ണം അറിയാം. ഇന്നലകളിൽ നെഗറ്റീവ് പറഞ്ഞ ആമേൻ ആ 10 പേരുടെ വാക്കുകളെ നീ വിട്ടുകള. യേശുവ വാക്ക് കാര്യമാക്കാതെ ഓ വിശ്വസിച്ച നീ മഹത്വം കാണോ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞെങ്കിൽ ആ വചനം നമ്മളോടുള്ള ദൂത, എന്നോടുള്ള ദൂത, നിങ്ങളോടുള്ള ദൂത ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ.
ഒരു മിനിറ്റ് അന്യഭാഷയിലൊന്ന് ശ്രദ്ധിച്ചു. ലേക്കേമീനി സാധന ഇന്നലകളിൽ ഏതെങ്കിലും നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞോ, നിന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ നെഗറ്റീവ് പറഞ്ഞോ, നിന്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ നെഗറ്റീവ് പറഞ്ഞോ, ആമേൻ. ഏറ്റുപറ, കർത്താവേ ക്ഷമിക്കണേ, അറിയാതെ ചെയ്തു പോയതാ, എന്നോട് ക്ഷമിക്കണമേ. അറിയാതെ പറഞ്ഞു പോയതാ, എന്നോട് ക്ഷമിക്കണമേ. ആമേൻ. ഡോണ്ട് സ്പീക്ക് നെഗറ്റീവ് വേർഡ്സ്. നീ നെഗറ്റീവ് പറയില്ല കേട്ടോ. ആമേൻ. കുഞ്ഞുങ്ങളെ നെഗറ്റീവ് പറയാൻ ആമേൻ പ്രേരിപ്പിക്കരുത്. അവരോട് പറയണം, വിശ്വാസം വിളിച്ച് പറ, മക്കള്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ എക്സാം നമുക്ക് ജയിക്കാൻ കഴിയും. ആ പ്രതികൂലത്തെ നമുക്ക് മറികടക്കാൻ കഴിയും. ഹല്ലേലൂയ. അടുത്തൊരു ജനറേഷനെ സ്വാധീനിക്കുന്ന ആമേൻ ജോഷുവ ജനറേഷൻ ആക്കി ദൈവം നിന്നെ മാറ്റാൻ ആഗ്രഹിക്കുക. ഡോണ്ട് സ്പീക്ക് നെഗറ്റീവ് വേർഡ്സ്. ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. 3 പോയിന്റാണ് ഞാൻ പറഞ്ഞത്. ഒന്നെന്തുവാ? ഡിഡ് നോട്ട് ലീവ് ദ ടെന്റ്. കൂടാരത്തെ വിട്ടുപിരിയാതെ ഇരിക്കുക. 2, ഒബേ സ്പിരിച്വൽ ലീഡേഴ്സ്. 3, ഡോണ്ട് സ്പീക്ക് നെഗറ്റീവ് വേർഡ്സ്. നെഗറ്റീവ് വാക്കുകൾ പറയാതിരിക്കുക. 4-മതായിട്ട് നമ്മൾ കാണുന്നു, ജോഷുവയുടെ പുസ്തകം വായിച്ചേ, 6:12. ഹല്ലേലൂയ. 6:12. അതികാലത്തെ എഴുന്നേറ്റു. ആമേൻ. മതി ആന്റി, അത് മതി, എത്ര മതി. അതികാലത്തെ എഴുന്നേറ്റു. ഗെറ്റ് അപ്പ് ഏർലി മോർണിംഗ്. പറ്റുമോ? ഗെറ്റ് അപ്പ് ഏർലി. ഗെറ്റ് അപ്പ് ഏർലി. പറ്റുമോ? റോസ് ഏർലി ഇൻ ദ മോർണിംഗ്. യെസ്. പറ്റുമോ? ഒരു ജോഷുവ ജനറേഷനായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നോ? ഏർലി മോർണിംഗിൽ എഴുന്നേക്കാൻ പറ്റണം. എനിക്ക് ദോഹയിലെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഹാലല് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ കാര്യം ഞാൻ പറയാം. അമ്മച്ചിമാര് പാടുന്നൊരു പാട്ടുണ്ട്, അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ. 5 മണിക്ക് എഴുന്നേക്കാതിരുന്നതില് ഒരു ബക്കറ്റ് വെള്ളം തലവഴിയെ വീണ ആളായി മൈക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ. മനമേ പക്ഷി ഗണങ്ങേ ലുണർന്നിത പാട്ടു പാടിയിടുന്നു. അല്ലേ? അപ്പച്ചമാർക്കൊക്കെ അറിയാം. ഇന്നത്തെ കൊച്ചു പിള്ളേർക്ക് ഈ പാട്ട് അറിയാവോ? ജോഷ ജനറേഷനെ ഈ പാട്ട് അറിയാവോ? ഇല്ലെങ്കിൽ പപ്പയുടെ മമ്മിക്കുമാണ് അടി കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. കാരണം പണ്ട് 8-10 പേര് ഒരു വീട്ടിലുണ്ടായിരുന്നു. 1-2 പേരെ ജോലിക്ക് പോകത്തുള്ളൂ. എന്നാലും വൈകുന്നേരത്തെ അവർ ഒരുമിച്ച് കൂടിയായിരുന്നു പാട്ട് പാടി ആരാധിച്ച് നല്ല ആത്മീക കാര്യങ്ങളൊക്കെ പറഞ്ഞ് 10 മണിയാകുമ്പോഴേ കിടന്നുറങ്ങും. അല്ലേ? രാവിലെ 5 മണിക്ക് എഴുന്നേക്കും. ഇന്നോ? നിങ്ങളോട് തന്നെ ചോദിച്ചേ, ഇന്നലെ രാത്രി നിങ്ങൾ എത്ര മണിക്കാണ് ഉറങ്ങിയേ? 2 മണിക്കാണ് ഉറങ്ങിയെന്ന് ആര് പറയുന്നു? 2 മണിക്ക് ഉറങ്ങിയെന്ന് ആരോ പറയുന്നു. ഞാൻ ഉറങ്ങി എത്ര മണിക്കാന്ന് പറയട്ടെ? ഞാൻ ഇന്നലെ ഉറങ്ങിയത് 1:30 കഴിഞ്ഞു. കാരണം വേറെ ഒന്നുമല്ല, മീറ്റിംഗ് ഉണ്ടായിരുന്നു, യാത്രയുണ്ടായിരുന്നു. കഴിഞ്ഞു വന്നിട്ട് ഞങ്ങളുടെ സൗരങ്ങൾ സൂം മീറ്റിംഗ്, ഞങ്ങളുടെ 21 days ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് സജീവമാണ്. ആത്മാവിൽ കത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന സൗരങ്ങളാണ്. അവരുടെ കൂടെ കുറച്ച് നേരം പ്രാർത്ഥനയെ സമയം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഞങ്ങളുടെ സിസ്റ്ററിലോ അവൾ UK പോകണമായിരുന്നു. അതിന് രാവിലെ അവളെ വിടണമായിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രി ഞാൻ അധികം ഉറങ്ങിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് വണ്ടി ഓടിച്ച് മീറ്റിങ്ങിന് ഇവിടെ നിന്നൊരു 2 മണിക്കൂർ യാത്ര ചെയ്താലാ കുണ്ട്രയെന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നേ. പോകുന്ന വഴിക്ക് എനിക്ക് നല്ല ക്ഷീണം വന്നു. ഞാൻ വണ്ടി സൈഡിലോട്ട് ഒതുക്കിയിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഉറങ്ങാതെ ഒന്ന് മയങ്ങാന്ന് വിചാരിച്ചു. കാരണം കണ്ണടച്ച് വണ്ടി ഓടിച്ച് വണ്ടി എവിടെ ചെന്ന് തട്ടും. ഞാൻ അങ്ങനെ വണ്ടി ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ട് ഒരു 5 മിനിറ്റ് കണ്ണടച്ചതാ. കണ്ണ് തുറന്നത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട്. ഹല്ലേലൂയ. രാത്രിയിൽ നല്ലപോലെ ഉറങ്ങിയില്ലെങ്കിൽ രാവിലെ എഴുന്നേക്കാൻ പറ്റത്തില്ല. ആമേൻ. ഇന്ന് നേരെ തിരിച്ചാ. വീട്ടിനകത്ത് 4 പേരുണ്ട്, 4 പേർക്ക് ജോലിയുണ്ട്. ആമേൻ. ഒരാൾ IT ആണെങ്കിൽ അടുത്ത ആള് വേറെ, അടുത്ത ആള് വേറെ. എല്ലാവർക്കും ജോലിയാണ്. രാത്രിയിലാണ് കൂടുതലും ജോലി. ജീസസ്. അതുകൊണ്ട് മനമേ ഭക്ഷിക്കണമെന്നും പാടാൻ സമയമില്ല. കാരണം രാവിലെ 11 മണി വരെ കിടന്നുറങ്ങിയാലേ വൈകിട്ട് 6 മണിക്ക് കയറുന്ന ജോലിക്ക്
അവൻ ഉറക്കളച്ചിരുന്ന് ജോലി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ നിങ്ങളാരും കുറ്റം പറയുമല്ല കേട്ടോ. ഞാൻ ഇന്നത്തെ നമ്മുടെ കാലഘട്ടം അങ്ങനെയാണ്. നമ്മുടെ സമൂഹം ഓൾറെഡി അങ്ങനെ, പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള നിങ്ങളൊക്കെ അങ്ങനെ 10 പൈസ ഉണ്ടാക്കാനായിട്ട് അവിടെ പോയിരിക്കുന്നത് എനിക്കറിയാം. ഹല്ലേലൂയ. പക്ഷേ ആത്മീക മൂല്യങ്ങൾക്ക് ഞാൻ നിങ്ങളും വില കൊടുക്കണം. ഒരു ജനറേഷൻ പൊങ്ങി വരുക, ആ പൊങ്ങി വരുന്ന ജനറേഷനെ അവർ പറയാൻ ഇടയാണ്, എൻ്റെ വല്യമ്മച്ചയുടെ പ്രാർത്ഥന എന്നെ കർത്തസന്നിധി നിർത്തിയത്. എൻ്റെ വല്യപ്പച്ചൻ രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിക്കുന്ന കേട്ടാ ഞാൻ ആത്മീയ ജീവിതത്തിലോട്ട് വന്നത് എന്ന് പറയാൻ മാതാപിതാക്കളെ, എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ പുസ്തകം എടുത്തുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് വേണം ഞാൻ പറയാം. ജീസസ്. യോശുവയ്ക്ക് മനസ്സിലായി ചില കോട്ടകൾ ഇടിയണോ, അധികാലത്തെഴുന്നേക്കണം. ചില കോട്ടകൾ ഇടിയണോ, അധികാലത്തെഴുന്നേക്കണം. ചേർന്നൊരാമേൻ പറയാമോ? ആമേൻ. ഞാനിപ്പം നിന്ന് ശുശ്രൂഷിക്കുന്ന വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. വട്ടപ്പാറയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറത്താണ് വെമ്പായം എന്ന് പറയുന്ന സ്ഥലം. ഞാൻ ഈ വട്ടപ്പാറ ദേശത്ത് വരുമ്പോൾ ഞങ്ങൾ ആദ്യം റെന്റിന് താമസിച്ച വെമ്പായം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിൻ്റെ ഉള്ളിൽ 1 കിലോമീറ്റർ ഉള്ളിലൊരു വീട്ടിലാണ് താമസിച്ചത്. ഞങ്ങൾ താമസിക്കുന്ന എൻ്റെ തൊട്ട് അപ്പുറത്ത് ഒരു മുസ്ലിം പള്ളിയും ഒരു മുസ്ലിം മദ്രസയുമുണ്ട്. ആമേൻ. രാവിലെ ഈ 5 മണിക്കാണ് ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് വേണാട് എക്സ്പ്രസ്. അന്ന് എനിക്ക് ചിലപ്പോൾ കോട്ടയത്തോട്ടോ എറണാകുളത്തോട്ടോ വല്ല മീറ്റിങ്ങിന് ഞാൻ പോവുകയാണെങ്കിൽ 5 മണിക്കത്തെ വേണാടിന് പോകാൻ 4:15 ഞാൻ വീട്ടിൽ വെമ്പായത്ത് നിന്ന് ഇറങ്ങിയാലേ 4:45 കഴിയുമ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് എനിക്ക് ടിക്കറ്റ് എടുത്ത് 5 മണിക്കത്തേന് പോകാൻ പറ്റൂ. ഈ 4:15 ഞാൻ വണ്ടി എടുത്തുകൊണ്ട് 2 വീലറാണ് എനിക്കുള്ളത്. 2 വീലർ എടുത്തുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ഇപ്പം മുമ്പേ അപ്പച്ചന് കൈ പിടിച്ച് നിർത്തിയില്ലേ ഒരു കൊച്ചുമോനെ, അവൻ്റെ അത്രയും അവനെക്കാട്ടില് ചെറിയ പ്രായത്തിലുള്ള കൊച്ചു പിള്ളേരുടെ കൈ പിടിച്ചുകൊണ്ട് ഈ കറുത്ത പർദ്ദയിട്ട മുസ്ലിം സ്ത്രീകൾ ഈ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അവർക്ക് വരാൻ പറ്റുന്നില്ല. അവർക്ക് 4:15 കൊച്ചു പിള്ളേർ ഇരുന്നേക്കും. പ്രിയപ്പെട്ടവരെ, അവിടെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ടാണ് ഈ മദ്രസയിലോട്ട് കൊണ്ട് കയറ്റുന്നത്. സയൻസ് പഠിപ്പിക്കുക? നെവർ. മാത്സിൻ്റെ സ്പെഷ്യൽ ട്യൂഷനാ? നോ. അവൻ്റെ മതം കുത്തിവെക്കുക, അവൻ്റെ ഖുർആൻ കുത്തിവെക്കുക. മനസ്സിലായോ? മുസ്ലിങ്ങളെ കർത്താവിലേക്ക് നയിക്കാത്തതിൻ്റെ റീസൺ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ട്രെയിൻ യാത്ര ചെയ്തപ്പോൾ 4-5 മുസ്ലിങ്ങൾ ഒരുമിച്ചിരിക്കുക. പെട്ടെന്ന് അവരുടെ നിസ്കാരത്തിൻ്റെ സമയം അവരുടെ ഏതോ ഒരു മൊബൈലിൽ അടിച്ചു. എല്ലാവരും പെട്ടെന്ന് അങ്ങോട്ട് മാറിയിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു ഷാള് പോലുള്ള സംഭവം വിരിച്ചിട്ട് ആ നിലത്ത് മുട്ടയിൽ നിന്നിട്ട് അവർ അള്ളാഹയെ വിളിക്കുക. ഹല്ലേലൂയ. പ്രിയ മക്കളെ, കേറ്റപ്പേളി യേശുവിൻ്റെ സത്യം തിരിച്ചറിഞ്ഞ ഞാനും നിങ്ങളും അധികാലത്തെഴുന്നേൽക്കണം. ദാവീദ് പറയുന്ന ഒരു പദമുണ്ട്, ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. യേശുവിൻ്റെ പ്രാർത്ഥനകളിൽ പലതും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അധികാലത്തിരുട്ടുള്ളപ്പോൾ പറ്റുമോ? ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാവോ? അന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സ്വാധീനം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. 4ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുക. എന്നോട് പറഞ്ഞ സമയം കഴിഞ്ഞു കേട്ടോ, സോറി. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ആമേൻ. യോശുവയുടെ പുസ്തകം 10ാമത്തെ അധ്യായം അതിൻ്റെ 12ാമത്തെ വാക്യം കൂടെ. യോശുവ 10:12. യെസ്. എന്നാൽ യഹോവ അമ്മോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ച് മതി. ടോക്ക് ടു ഗോഡ്. ദൈവത്തോട് സംസാരിക്കുക. ഒരു ജോഷുവ ജനറേഷനെ എഴുന്നേൽപ്പിക്കാൻ ഈ വചനം വായിച്ച കർത്തദാസ് ഉൾപ്പെടെ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തോട് സംസാരിക്കുന്നത് നിർത്തരുത്. ദൈവത്തോട് സംസാരിക്കുന്ന മാധ്യമം ഏതാ? പ്രയർ. പ്രാർത്ഥനയിലൂടെ കർത്താവിനോട് നമ്മൾ സംസാരിക്കുന്നത്. എൻ്റെ നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗ സിംഹാസനത്തെ ചലിപ്പിക്കുന്നതാണെങ്കിൽ എൻ്റെ നിന്റെ ഈ തലമുറയെ സ്വാധീനിക്കുന്ന സൂര്യനോട് അവിടെ നിൽക്ക്, ചന്ദ്രനോട് അവിടെ നിൽക്ക്,
എന്ന് പറയാൻ എൻ്റെയും നിങ്ങളുടെ നാവിൻ്റെ മേൽ അധികാരം ദൈവം തരും. ആ ഭാഗം പറഞ്ഞ് അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവം ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് അനുസരിച്ചതുപോലെ. എന്തുവാ പ്രിയ ദൈവമക്കളെ, പ്ലാനറ്റിനെ നിശ്ചലമാക്കുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം. സൗരയൂഥത്തെ നിശ്ചലമാക്കി 24 hours. എങ്ങനാ പറ്റുന്നേ? ടോക്ക് ടു ഗോഡ്. ദൈവത്തോട് സംസാരിക്കുമ്പോൾ എനിക്കും നിനക്കും വേണ്ടി സ്പിരിറ്റിൽ റിലം ഓപ്പൺ ആകും, ആത്മമണ്ഡലം ഓപ്പൺ ആകും. ആത്മമണ്ഡലം ഓപ്പൺ ആയാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? എൻ്റെയും നിന്റെയും നാവിൻ്റെ മേൽ അധികാരം ചലിക്കും. അധികാരം ചലിച്ചാൽ അടുത്ത നിമിഷം തടഞ്ഞു നിൽക്കുന്ന അന്ധകാര ശക്തികൾ കീഴടങ്ങും. ജോഷുവ ദൈവത്തോട് സംസാരിച്ചു, ദൈവമേ, അമാലിക ശക്തികൾ, അമോര്യ ശക്തികൾ കീഴടങ്ങാറായി. അടുത്ത ദിവസത്തേക്ക് യുദ്ധം നീണ്ടു കഴിഞ്ഞാൽ ഒന്ന് ടൈം വേസ്റ്റ്, രണ്ട് ചിലപ്പോൾ അവർ ഈ രാത്രിയിൽ എന്ത് ചെയ്യാൻ തയ്യാറാ? നോ കർത്താവേ, അടുത്ത ദിവസത്തേക്ക് ഇത് നീളരുത്. ദൈവം പറയുക, എൻ്റെ അധികാരം ഞാൻ നിനക്ക് തരുന്നു. സൂര്യ, ചന്ദ്ര, രാത്രിയിൽ ഈ സമയം, ഈ ഉച്ച കഴിഞ്ഞ സമയം, ഹാലിൽ അവിടെ ഉച്ചയാണല്ലോ, ഇവിടെ വൈകുന്നേരമാണ്. ആത്മനിയോഗത്തോട് പറയാ, നിന്റെ നാവിനകത്ത് പവറുണ്ട് കേട്ടോ. നിന്റെ തലമുറയെ സ്വാധീനിക്കുന്ന ചില സൂര്യനെ നിശ്ചലമാക്കാൻ, നിന്റെ തലമുറയെ സ്വാധീനിക്കുന്ന ചില ചന്ദ്രനെ നിശ്ചലമാക്കാൻ ദൈവം നിന്റെ നാവിൻ്റെ മേൽ അധികാരം തരുക. ദൈവം ഇതിൽ നീ അത് ഉപയോഗിച്ചാൽ ഒരു ജോഷുവ ജനറേഷൻ നിന്നിലൂടെ പുറത്തു വരാനിടയായിത്തീരും. ഒരു കാലഘട്ടത്തിന്റെ ശുശ്രൂഷ ചെയ്തു തീർത്ത ജോഷുവ പറയുക, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യട്ടെ. എങ്ങനെയാ ജോഷുവയ്ക്ക് ഒരു തലമുറയെ സ്വാധീനിക്കാൻ കഴിഞ്ഞത്? ഒന്ന്, ഡിഡ് നോട്ട് ലീവ് ദ ടെന്റ്. കൂടാരത്തെ വിട്ടുപിരിയാതിരിക്കുക. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വെളിയിൽ പോകാതിരിക്കുക. രണ്ട്, ഹല്ലേലൂയ, ഡോണ്ട് സ്പീക്ക് നെഗറ്റീവ് വേർഡ്സ്. നെഗറ്റീവ് സംസാരിക്കാതിരിക്കുക. പറ്റത്തില്ല, കഴിയത്തില്ല, ഇങ്ങനെയുള്ള വാക്കുകൾ എൻ്റെ നിങ്ങളുടെ നാവിൽ നിന്ന് വരാതിരിക്കുക. മൂന്ന്, ഒബേ സ്പിരിച്വൽ ലീഡേഴ്സ് എന്ത് പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. കാരണം അവർ ദൈവത്തിൻ്റെ സ്ഥാനാപതികളായി ഹല്ലേലൂയ കർത്താവിൻ്റെ അംബാസിഡേഴ്സായിട്ട് അവർ നിൽക്കുക. അവരെ അനുസരിക്കുന്നത് ദൈവത്തെ അനുസരിക്കുന്നതിന് തുല്യമാ. ദൈവത്തെ അനുസരിക്കുന്നതിന് തുല്യമാ. ഒബേ സ്പിരിച്വൽ ലീഡേഴ്സ്. ആൻഡ് ദെൻ ഹല്ലേലൂയ, ടോക്ക് ടു ഗോഡ്. ദൈവത്തോട് സംസാരിക്കുക. ഗെറ്റ് അപ്പ് ഏർലി മോർണിംഗിൽ എഴുന്നേൽക്കുക. നിശ്ചയമായിട്ടും അടുത്തൊരു തലമുറയെ സ്വാധീനിക്കുന്ന ജോഷുവ ജനറേഷനെ പിടിച്ചു കൊണ്ടുവരുന്ന, അടുത്തൊരു തലമുറ എഴുന്നേൽപ്പിക്കുന്ന അഭിഷക്ത വൃന്ദമായി എനിക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയും. ഈ മെസ്സേജ് നിങ്ങളുടെ ഹൃദയത്തെ സ്ട്രൈക്ക് ചെയ്തെങ്കിൽ ഇതൊരു ദൂതായിട്ട് കേട്ട് വിട്ടുകളയാതെ അടുത്ത ദിവസങ്ങളിൽ, അടുത്ത നിമിഷങ്ങളിൽ ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കുക. നമ്മുടെ ലൈഫിനകത്ത് ഇത് അപ്ലൈ ചെയ്യുക. ദൈവപ്രവൃത്തി കാണാനായിട്ട് കഴിയും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തന്ന നല്ല ശബ്ദത്തിനായി സ്തോത്രം. ഇടപെട്ട നല്ല ദൂതിനായിട്ട് സ്തോത്രം. അങ്ങാണ് ഈ മക്കളോട് സംസാരിച്ചത്. അങ്ങയുടെ ശബ്ദമായി എളിയവൻ്റെ നാവിലൂടെ ഈ കുടുംബത്തോട് പറഞ്ഞത്. റിജോയ്സ് മിനിസ്ട്രി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നൊരു തലമുറ, കർത്താവിൽ എപ്പോഴും ആനന്ദിക്കുന്നൊരു തലമുറ. ആമേ, ആ സാന്നിധ്യത്തിൽ അവർ ആനന്ദിക്കട്ടെ, ആ കൃപയിൽ അവർ ആനന്ദിക്കട്ടെ, അങ്ങയുടെ നിറവിൽ അവർ ആനന്ദിക്കട്ടെ. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അവസരമൊരുക്കിയ ദൈവദാസനും ശ്രവിച്ചിരുന്ന പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. ട്രിവാൻഡ്രത്ത് നിങ്ങൾ വരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഈ ചർച്ചിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. നിശ്ചയമായിട്ടും വട്ടപ്പാറയിൽ MC റോഡിൻ്റെ തൊട്ടടുത്താണ് ഈ അനുഗ്രഹിക്കപ്പെട്ട ചർച്ച്. രാവിലെ 7:30 തുടങ്ങുന്ന ഞായറാഴ്ചത്തെ ആരാധന 1 മണി വരെ പോകുന്നുണ്ട്. വൈകിട്ട് 6 തൊട്ട് 8 മണി വരെ അനുഗ്രഹിക്കപ്പെട്ട സർവീസുകളുണ്ട്. നാട്ടിൽ കടന്നു വരുമ്പോൾ ഒരു സൺഡേ ഞങ്ങളോടൊപ്പം വരിക. മേ ഗോഡ് ബ്ലസ് യു. കർത്താവിൻ്റെ ദാസനുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.